എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതി ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് വീഡിയോസ് ഇടാമെന്നുള്ളത് എനിക്ക് വളരെ മനസ്താപം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ യൂട്യൂബ് എന്ന് പറയുന്നത് യൂട്യൂബ് എന്നുള്ളതല്ല, നമ്മൾ ആങ്കർ ചെയ്യുക, അത് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ ആളുകളെ കാണിക്കുക, ഇതൊക്കെ ഒരു പാഷനായിരുന്നു ചെറുപ്പം മുതലേ. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർ ആയി കഴിയുമ്പോഴത്തേക്കും സാധാരണ ഇതിൽ എല്ലാവർക്കും കൂടുതൽ സമയം കിട്ടും, കൂടുതൽ വീഡിയോസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നുവെങ്കിലും പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഓഫീസിൽ നമ്മളുടെ ജോലിയിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് പല തരത്തിലുള്ള ഞാൻ GM ആയിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് പ്രവർത്തിക്കേണ്ടി വന്നു, ഇൻഷുറൻസ് മേഖലയിൽ അടക്കം. അപ്പോൾ ഞാൻ റിട്ടയർ ആയതിനു ശേഷം ഞാൻ ഈ ഹെൽത്ത് പോളിസി, കാരണം ഒരു 60 വയസ്സ് കഴിയുമ്പോൾ പിന്നെ ഹെൽത്തിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങും. ഈ ഹെൽത്ത് പോളിസി സാധാരണ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് പെട്ടിയിലെടുത്ത് മടക്കി വെക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് എല്ലാം വായിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കി. അതിനകത്ത് കൂടുതൽ ഗവേഷണം ചെയ്ത് എന്താ പറയുക, ഒരുപാട് സംഭവങ്ങൾ പഠിക്കാനും ഞാൻ ഇൻഷുറൻസ് IRDAയുടെ ഒരു ടെസ്റ്റൊക്കെ എഴുതി പാസ്സായി ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്ത് ശരിക്കും നമ്മളുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്, അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സ് അറ്റ് ലാർജ് ഒരുപാട് ഞാൻ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഉള്ള ഒരുപാട് കസ്റ്റമർ ബേസ് ഉണ്ട്. ഇവർക്കൊക്കെ ഒരു സർവീസ്, നല്ല രീതിയിലുള്ള ഒരു സർവീസ് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. നേരത്തെ തന്നെ ഇൻഷുറൻസ് 2 വീലർ 4 വീലർ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹെൽത്ത് പോളിസിയും ഇങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ ഒരുപാട് സമയം അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള പല തിരക്കുകൾ കൊണ്ടാണ് ഈ യൂട്യൂബ് വീഡിയോസ് ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയത്. പക്ഷേ തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഫയർ, ഈ ഇങ്ങനെയുള്ള ഒരു പ്രൊജക്ഷൻ അല്ലെങ്കിൽ ആങ്കറിങ് അല്ലെങ്കിൽ ഒരു വിഷയം പഠിച്ച് അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കുക, നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ കാണിക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ച് ഡിലേ വരികയാണെങ്കിൽ പോലും ഡിലേ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. എങ്കിൽ പോലും ഞങ്ങളുടെ വീഡിയോസ് തുടർന്നും വരിക തന്നെ ചെയ്യും. പലരും ചോദിക്കേണ്ടായി, എന്താ യൂട്യൂബ് വീഡിയോസൊക്കെ ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ. കാണാതിരിക്കുമ്പോൾ ചോദിക്കാമെന്ന് കുറേ ആളുകൾ അന്വേഷിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു രസമാണല്ലോ. എന്തായിരുന്നാലും ഞങ്ങളുടെ അടുത്ത ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, സിംഗപ്പൂർ, മലേഷ്യ വീഡിയോസാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത ഭാഗമാണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ കൂടെ തുടങ്ങിയ ആൾക്കാർക്കൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സായി. അവർ പക്ഷേ ഡെയിലി വീഡിയോസ് ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത് സബ്സ്ക്രൈബേഴ്സ് കൂടുക സ്വാഭാവികമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഡെയിലി വീഡിയോസ് ഇടാൻ സാധിക്കുന്നില്ല. എങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുവഴി ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. തുടക്കത്തിൽ തന്നെ ഇത് പറയുന്നത് ഒരു അബദ്ധമാണ്, അല്ലെങ്കിൽ അത് ഞാൻ ചോദിക്കുന്നത് ശരിയല്ല, വീഡിയോ ആണ് കാണിക്കേണ്ടത് എനിക്കറിയാം. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ റൂഫ് ടോപ്പിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാനായിട്ട് വന്നതാണ്. വലിയ വലിയ ബിൽഡിങ്സ് ആണ് ചുറ്റും കാണുന്നത്. നമ്മുടെ ഹോട്ടലിന്റെ റൂഫ് ടോപ്പിൽ നിന്നാൽ കാണുന്ന ബിൽഡിങ്സ് ആണിത്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. റൂഫ് ടോപ്പിലാണ് സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. ചുറ്റും കെട്ടിടങ്ങളാണ്. സിംഗപ്പൂരിൽ വന്നാൽ ഏറ്റവും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് കെട്ടിടങ്ങളാണ്. അതും ഒരുപാട് നിലകളുള്ള നല്ല ഹൈറ്റിലുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ മുഴുവനും ഉള്ളത്. ഈ ഭാഗത്ത് എങ്ങനെയാന്ന് നോക്കാം. അമ്പരചുംബികളായ ബഹുനില മന്ദിരങ്ങളുടെ നാടാണ് സിംഗപ്പൂര്. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും വിവിധങ്ങളായ ഡിസൈനുകളിൽ, വർണ്ണങ്ങളിൽ ചാലിച്ച കൂറ്റൻ കെട്ടിടങ്ങൾ. എന്നാൽ പച്ചപ്പിനും ഹരിതാഭയ്ക്കും യാതൊരു കുറവുമില്ലാത്ത പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു രാജ്യം. ഞങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ പറയുന്ന വെന്യൂവിലേക്ക് പോകാനായിട്ട് നമുക്ക് വണ്ടി വരുന്ന സമയത്ത് വണ്ടിയിൽ വേറെയും ആൾക്കാരുണ്ടാവും. നമ്മൾ പ്രൈവറ്റ് വാഹനത്തിലല്ല, നമ്മൾ പല ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പായിട്ട് പോകുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയേണ്ടത് ഏകദേശം ബാംഗ്ലൂരും സിംഗപ്പൂരും ഏകദേശം അങ്ങനെ ആയി കഴിഞ്ഞു. അവർ പറയുന്നത് ബാംഗ്ലൂർ ഏകദേശം സിംഗപ്പൂരിനെ പോലെ തന്നെയാണുള്ളത്. ഭയങ്കര കെട്ടിടങ്ങളും കാര്യങ്ങളും ആയിട്ട് അത്രയും ഡെവലപ്മെൻറ്റ്സ് ബാംഗ്ലൂരിനും വന്നു കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയാനായിട്ട് ഇത്രയും ക്ലീൻലിനെസ് ഇല്ല. സിംഗപ്പൂർ ഭയങ്കര ക്ലീനാണ്. അത്രയും ക്ലീൻലിനെസ് നമ്മുടെ ബാംഗ്ലൂരിന് ഇല്ല എന്നാണ് അവർ പറയുന്നത്. ബാക്കി എല്ലാ സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ ബാംഗ്ലൂരിലുണ്ട്. നമ്മുടെ രാജ്യം അത്രത്തേക്ക് പുരോഗതി വന്നു കഴിഞ്ഞു. പിന്നെ ക്ലീൻലിനെസ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തൊക്കെ ഒന്ന് റോഡിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കയ്യും കാലും കഴുകുന്ന സമയത്ത് എന്തോ ഒരു ചെളിയാണ്. ചെരുപ്പിട്ട് കഴിഞ്ഞാലും പിന്നെയും പൊടിയൊക്കെ കയറി ഒരു ചെടി ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഞങ്ങൾ സിംഗപ്പൂർ മൊത്തം ഇതുപോലെ ചെരുപ്പിട്ട് തന്നെയാണല്ലോ നമ്മൾ നടക്കുന്നത്. നടന്നു കഴിഞ്ഞ് രാത്രി റൂമിൽ വന്നിട്ട് കാല് കഴുകുമ്പോണ്ടല്ലോ
ഒരു ചെളി പോലും ഇല്ല, ഒന്നുമില്ല. വളരെ നമ്മൾ എങ്ങനെയാണോ രാവിലെ പോയത് അത് ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നി, ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അത്രയും ക്ലീനാണ് സിംഗപ്പൂർ എന്ന് പറയുന്ന ഈ കൺട്രി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ റൂഫ് ടോപ്പിലുള്ള കാഴ്ചകൾ. ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് ഇവിടെ, ഇഷ്ടംപോലെ 4 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലുകളൊക്കെ ഉണ്ട്. 3 സ്റ്റാർ ഹോട്ടലുകൾ കുറച്ച് മെയിൻ സിറ്റി സെൻറ്ററിൽ നിന്ന് കുറച്ച് ദൂരെയായിരിക്കും. എന്നാൽ 4 സ്റ്റാർ ഹോട്ടൽ ഇതുപോലെയുള്ള ലാവൻഡർ പോലുള്ള ഹോട്ടലുകൾ, ബോസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഇതേപോലെ ഇഷ്ടംപോലെ, എനിക്ക് പേരുകളെല്ലാം എനിക്കിപ്പോൾ അറിയില്ല. നമ്മുടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു മെർക്കുറി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഇങ്ങനെ പല ഹോട്ടലുകളുണ്ട്, 4 സ്റ്റാർ ഹോട്ടലുകൾ. അപ്പോൾ ഇവിടെ താമസത്തിന് നേരത്തെ ബുക്ക് ചെയ്ത് വരണം. ഏതെങ്കിലും ട്രാവൽ ഏജൻസിയിൽ ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൗകര്യം ഉണ്ട്, അവരെല്ലാം അറേഞ്ച് ചെയ്ത് തരും. അല്ലെങ്കിൽ നമ്മൾ സ്വയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ട്രാവൽ ഏജൻസിയായിട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് സിംഗപ്പൂർ ആസ്വദിക്കാം. ഇന്ന് ഞങ്ങളുടെ സിംഗപ്പൂർ ട്രിപ്പിന്റെ 3ാമത്തെ ദിവസമാണ്. അതെ, ഇന്ന് പിക്കപ്പ് 2 മണിക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാവിലത്തേക്ക് ഞങ്ങൾ കുറച്ച് ആക്ടിവിറ്റീസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ അവർ സാങ്ഷനായിട്ട് ആക്ടിവിറ്റീസ് തരുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് നോക്കാം ഒന്ന് ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗംഭീരമായിട്ടുള്ള സ്പ്രെഡാണ് ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഗസ്റ്റിന് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. പല വിവിധ തരങ്ങളായിട്ടുള്ള, അതിപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഇതെല്ലായിടത്തും ഉള്ളതാണ്. ഈ ഓട്സ്, ചോക്കോസ്, അതേപോലെ ജ്യൂസ് ഐറ്റംസ്, ബ്രെഡ് നമുക്ക് ടോസ്റ്റ് ചെയ്ത് കഴിക്കാവുന്ന, അതിന് പുരട്ടാനായിട്ട് ഒരുപാട് ബട്ടർ, ജാം, അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള സാധനങ്ങൾ. അതേപോലെ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ്, അതേപോലെ വെജിറ്റേറിയൻ ഐറ്റംസ്. ഞാനിവിടെ പോയാലും ഇത് വെജാണോ എന്നിങ്ങനെ നോക്കി ചോദിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് മനസ്സിലായത് ഇങ്ങനെ ഗ്രീൻ കളറിൽ എഴുതി വെച്ചത് വെജാണെന്നും പിന്നെ റെഡ് കളറിലാണ് എഴുതി വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നോൺ വെജാണെന്നും ഒക്കെ മനസ്സിലായത് എനിക്കിപ്പോൾ ഇവിടെ നിന്നാണ് അങ്ങനെ മനസ്സിലായത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കൂടുതലും ബ്രെഡും പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റും. സിംഗപ്പൂരിലുടനീളം നമുക്ക് അവരുടെ ടേസ്റ്റൊന്നും അങ്ങനെ പിടിക്കില്ല. പിന്നെ ശ്രീമതി മുട്ട കഴിക്കുന്നതുകൊണ്ട് മുട്ടയും കഴിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ സിംഗപ്പൂർ മുഴുവനും. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഉച്ചഭക്ഷണം ആയാലും ഡിന്നറായാലും. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഹോട്ടലുകളുണ്ട്. ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രദേശമുണ്ട്, അവിടെ കംപ്ലീറ്റ് ഇന്ത്യൻ ഹോട്ടലുകളാണ്. അപ്പോൾ നമുക്ക് വേണ്ട ആഹാരം ഈവൻ ശരവണ ഭവൻ അല്ലെങ്കിൽ ആര്യാസ് പോലുള്ള ഹോട്ടലുകളുണ്ട്. നമുക്ക് വേണ്ട നമ്മളിവിടെ ഇന്ത്യയിൽ കേരളത്തിൽ കിട്ടുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ അവിടെ കിട്ടും കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ്, എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും കിട്ടും. മാമ്പഴം, അതുപോലെ വാഴപ്പഴം, ആപ്പിള്, പോമോഗ്രാനേറ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടം പോലെ, പേരയ്ക്ക, ഇങ്ങനെ ഗ്രേപ്സ്, അതൊക്കെ നമുക്ക് മേടിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ മേടിച്ച് സ്റ്റോർ ചെയ്ത് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഫ്രൂട്ട്സ് ആകുമ്പോൾ പിന്നെ നോക്കണ്ടല്ലോ, ഒന്നും നോക്കണ്ട, കഴിക്കാം. പിന്നെ ഡോളറൊക്കെ കുറച്ച് കയ്യിൽ കരുതണം നമ്മൾ പോകുമ്പോൾ സിംഗപ്പൂർ, അത് മാത്രമേ ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ എന്നെ പോലുള്ളവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ. ഞാൻ ഈ മുട്ട പോലും കഴിക്കില്ല. പക്ഷേ ഈ നോണൊക്കെ കഴിക്കുന്നവർക്കൊന്നും യാതൊരു പ്രശ്നമില്ല കേട്ടോ. വെറൈറ്റി ഫുഡ്സ് നമുക്കവിടെ കിട്ടും. ഒരുപാട് ഹോട്ടലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ട്രീസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും മികച്ച മൃഗശാലകളിൽ ഒന്നാണ് സിംഗപ്പൂർ സൂ. സമയപരിധി ഉള്ളതുകൊണ്ട് കുറച്ച് വിഷ്വലുകൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിംഹം അഥവാ സിംഗം എന്ന പേരിൽ നിന്നാണ് സിംഗപ്പൂർ എന്ന സ്ഥലനാമം ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ സിംഗപ്പൂര് സിംഹത്തിൻ്റെ ഒരു ജന്മദേശമല്ല, അത് ഇന്ത്യ, ആഫ്രിക്കയൊക്കെയാണ്. പക്ഷേ സിംഹത്തിൽ നിന്ന് സിംഗപ്പൂർ എന്നുള്ള ആ ഒരു സ്ഥലനാമം ഉണ്ടായത് വളരെ വിചിത്രമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശം ഉൾപ്പെടുന്ന ഒരു ശ്രീവിജയ സാമ്രാജ്യം, അവിടുത്തെ ഒരു രാജകുമാരൻ ചുവന്ന ശരീരമുള്ള ഒരു ജീവിയെ കണ്ട് അത് സിംഹമാണെന്ന് തെറ്റിദ്ധരിക്കുകയും അങ്ങനെ ആ ദ്വീപിനെ സിംഗപ്പൂര എന്ന് പേരിടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീടാണ് സിംഗപ്പൂര എന്നത് സിംഗപ്പൂരായി മാറിയത്. യഥാർത്ഥത്തിൽ സിംഗപ്പൂർ സിംഹത്തിൻ്റെ ജന്മദേശമല്ല. മൃഗങ്ങളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ രാത്രിയിൽ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് നൈറ്റ് സഫാരിയുടെ പ്രത്യേകത. സമൃദ്ധമായ മഴക്കാടുകൾ, പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥകൾ,
വൈവിധ്യമാർന്ന മൃഗങ്ങളുടെ ശേഖരം, മൃഗശാലയുടെയും നൈറ്റ് സഫാരിയുടെയും മേന്മകൾ അങ്ങനെ പോകുന്നു. സന്ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കാണുന്ന ബോർഡ് കൗതുകമുണർത്തുന്നതാണ്. വി ആർ ഗ്ലാഡ് യു കെയിം ആൻഡ് സോ ആർ ദി അനിമൽസ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ ഇന്നിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡിലേ ഇല്ലാതെ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം. തീർച്ചയായിട്ടും കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മറ്റ് പല സബ്ജക്റ്റും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിനും എൻ്റെ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും വേണ്ടിയിട്ട് ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസിൽ അഡ്വൈസറായിട്ട് പ്രവർത്തിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഒരു ബോധവൽക്കരണം. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസും ചെയ്യണമെന്ന് മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം പ്രതീക്ഷിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റ് വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല വീഡിയോസും ഇനി ഞങ്ങളുടെ ചാനലിലൂടെ കാണും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.